ഇതുപോലെ ഒരു അടിപൊളി ഡിസൈൻ ഈസി ആയിട്ട് വരക്കാൻ പഠിപ്പിച്ചിരട്ടെ. അപ്പൊ കമോ ഇതിന് വേണ്ടിട്ട് ഫസ്റ്റ് കൈയുടെ മിഡിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ എപ്പോഴത്തെയും പോലെ ഇത് ക്രോസ് ലൈൻ അല്ലാട്ടോ വരക്കാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ലൈൻ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ആക്കാൻ പോകും. അതിന്റെ മിഡിൽ പോർഷൻ കുറച്ച് വീതി കൂടിയതും ബാക്കി രണ്ടും ചെറുതുമായിരിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ മേലെ കൂടെ ഇതുപോലെ 2 ലൈൻസ് അങ്ങ് വരച്ചു കൊടുത്തു. ഇതിന്റെ ടോപ്പ് പോർഷനിൽ ക്രോസ് പോലെ വന്നിരിക്കുന്ന ഏരിയ ഇല്ലേ, അവിടെ ഇതുപോലെ 2 കേർവ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞ ഇത് കേർവ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം. എന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ അതങ്ങ് വരച്ചു കൊടുത്തു. സെയിം സംഭവം ഞാൻ താഴോട്ടും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചേക്കുന്ന ഈ സംഭവത്തിന് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോർഷനും എൻഡിംഗ് പോർഷനും കുറച്ചൊന്ന് വളച്ചു കൊടുക്കണേ. നമ്മൾ അളവിന് വേണ്ടി വരച്ചേക്കുന്ന ഈ ക്രോസ് ലൈൻ ഇല്ലേ, അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചേക്കുന്ന ഈ ബോർഡറിനെ ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് ഫിൽ ആയി കൊടുക്കണം. ഫിൽ ആയി കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോർഷനും എൻഡിംഗ് പോർഷനും തിന്നായിരിക്കണം. മിഡിൽ പോർഷൻ നല്ലോണം തിക്കായി കൊടുത്തോ. സിമ്പിൾ അല്ലേ? പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വെറും 199 റുപ്പീസിന് ഒരു ഹെന്ന മിക്സോളജി ക്ലാസ് കൊടുക്കുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് വരുന്നത് 2 ദിവസത്തേക്കായിരിക്കും കേട്ടോ. നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു. എന്നിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിടുന്ന മെസ്സേജ് നിങ്ങളുടെ സ്ലോട്ടിന് ബുക്ക് ചെയ്തിട്ട് ആ കുറച്ച് സ്ലോട്ടോടെ ബാക്കിയുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഡിസൈനിലേക്ക് തിരിച്ചു വരാം. ഇത്രയും വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇതിന്റെ ബാക്കി നാളെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ ബൈ.